ഹായ്, നമ്മളിപ്പോൾ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് നിങ്ങളെ കാസർഗോഡ് ഈ ഇടായിട്ട് നടക്കാൻ പോകുന്ന വലിയൊരു സ്കാം അതിനെ പറ്റിയാണ്. അതായത് ഹാഷിം മമ്രാണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ക്രിമിനൽ പിന്താങ്ങി നടക്കുന്ന കർണാടക ബേസ് ചെയ്ത് കൊണ്ടുവരുന്ന വലിയൊരു തട്ടിപ്പാണ് ഇനി വരാൻ പോകുന്നത്. ഫവാസിനെ പോലെ അല്ലെങ്കിൽ കാസർഗോഡുള്ള കുറച്ച് യൂട്യൂബർ വാണങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയും പണം തട്ടുന്നതിന് വേണ്ടിയുമുള്ള ഒരു സ്കീം എന്ന് പറയുന്നതും സ്കാം എന്ന് പറയുന്നതും ഒരുപോലെയാണ്. കാരണം ഈ സ്കീമാണ് പിന്നീട് അത് സ്കാമായിട്ട് മാറുന്നത്. 24,000 രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നറുക്കെടുപ്പിലും പങ്കെടുപ്പിക്കും, അതേപോലെ അതിനുള്ള സാധനങ്ങളും തരും. അതുകൂടാതെ മറ്റൊരു സ്കീമും കൂടി അവരിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 1000 രൂപക്ക് നിങ്ങൾ പൈസ ഒരു മാസം കൊടുത്തു കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ പങ്കെടുപ്പിക്കും. അതിലൂടെ കിട്ടുന്ന താറ് മറ്റുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ. സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു സ്കാം. അതിനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ഇപ്പോൾ ഒളിവിലിരിക്കുന്ന ഖാദർ കരിപ്പുടി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ 6 മാസങ്ങൾക്ക് മുന്നേ വീടുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റിയിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് കട്ടിയാണ്. ഞാൻ ഫൗണ്ടേഷൻ മുതൽ ഇത് പണി തീർന്നത് വരെ അത്ര ക്വാളിറ്റിയിൽ കട്ടി ആർക്ക് വേണം വന്ന് പരിശോധിക്കാം. അത്ര നല്ല ഇതിലാണ് കട്ടിയിട്ടുള്ളത്. ഇവിടെ 1000 രൂപയ്ക്ക് 4550 സ്ക്വയർ ഫീറ്റ് ഉള്ള ഇത്രയും മനോഹരമായിട്ടുള്ളത്. അപ്പോൾ അതിനിടെ ആ വീട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് ഞാൻ അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോയി ആ ഉമ്മാക്ക് ആ വീട് കിട്ടിയിട്ടില്ല. അവൻ്റെ പേരിൽ കേസ് പോലും എടുക്കാനുള്ള സാഹചര്യം പോലും ആർക്കും പറ്റിയിട്ടുമില്ല എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. ഈ ഹാഷിം മമ്രാണി വെറും 100 രൂപക്ക് അല്ലെങ്കിൽ ഒരാളെ ചേർത്തി കൊടുത്താൽ വെറും കിട്ടുന്ന ഒരു 100 രൂപയ്ക്ക് വേണ്ടി ഹാഷിം മമ്രാണി ഇതിൻ്റെ പിന്നിൽ MSFകാരെ പ്രവർത്തിപ്പിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല. കമ്പനി കൊടുക്കുന്ന വൻ ലാഭം അല്ലെങ്കിൽ മറ്റുള്ള തട്ടിപ്പിലൂടെ കിട്ടുന്ന പണത്തിൻ്റെ ഒരു പങ്ക് ഈ ഹാഷിം മമ്രാണിക്ക് നല്ലോണം പോകുന്നുണ്ട് എന്നുള്ളത് കാസർഗോഡുള്ള ജനങ്ങളായ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കമ്പനിയെ പറ്റി അന്വേഷിച്ചപ്പോൾ കർണാടക ബേസ് ചെയ്തുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നടത്തുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇനി ഒരു സ്കാമും നടത്താൻ പോകുന്നത് എന്നുള്ളതുകൂടി ഏറ്റവും കോമഡികരമായ കാര്യമാണ്. ഇനിയിപ്പോൾ ഇത് സ്കാമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങൾ പറയും ഞാൻ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നുള്ളത്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട 1000 രൂപയുടെ പരാതിയും FIR മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ എടുക്കുകയുള്ളൂ. അവരതിന് കോടതിയിൽ വെച്ച് ഫൈൻ അടച്ച് അതിന് ഇറങ്ങുകയും ചെയ്യും. ടോട്ടൽ എമൗണ്ടിനെതിരെ അവർ പരാതി എടുക്കുകയോ നടപടി എടുക്കുകയോ ചെയ്യില്ല. അതുകൊണ്ടാണ് ഖാദർ കരിപ്പുടി എന്ന് പറയുന്ന ക്രിമിനൽ രക്ഷപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ആരാണ് ഹാഷിം മമ്രാണി? MSFന്റെ പ്രസ്ഥാനത്തിലൂടെ കടന്നു വരുന്ന രാഷ്ട്രീയ ക്രിമിനൽ. വധശ്രമം, ഗുണ്ടായിസം, തട്ടിപ്പ്, വെട്ടിപ്പ്, പെണ്ണ്, കൂട്ടിക്കൊടുപ്പ് ഇതെല്ലാം മുതലാക്കിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. അവസാനമായി ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിയെ സംരക്ഷിച്ചതിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. കൂടാതെ ഇനി അടുത്ത യൂത്ത് വിംഗ് സെക്രട്ടറി ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഈ ഹാഷിം മമ്രാണി എന്ന് പറയുന്ന ക്രിമിനലിനെയാണ് എന്നുള്ളതാണ്. ഈ ഹാഷിം മമ്രാണി നേരിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന പല കേസുകളും, അതിൽ പ്രധാനപ്പെട്ട കേസ് ഉദുമാക്കി റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് 13 പ്രതികളെ അതിൽ പ്രതികളാക്കി ചിത്രീകരിക്കാൻ അവൻ പെട്ട കഷ്ടപ്പാട് മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് ഇതുപോലത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നതെന്ന് വെച്ചാൽ ആരാൻ്റെ പോക്കറ്റിലെ പണം കണ്ടിട്ടാണ് ഭാര്യയ്ക്ക് ഗർഭമുണ്ടാക്കുന്നതെന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഹാഷിം മമ്രാണി. ഹാഷിം മമ്രാണിൻ്റെ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നത് ആരാൻ്റെ പോക്കറ്റിലെ പണം കണ്ടുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിലെ പണം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. പല ക്രിമിനൽ ആയിട്ടുള്ള വ്യക്തികളെയും ഇനി ഇൻഫ്ലുവൻസറിന്റെ പേര് പറഞ്ഞുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഇല്ലീഗലായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ അവർ വലിച്ചിറക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കാസർഗോഡ് ജനങ്ങളെ എന്നെന്നും പറ്റിക്കാം അല്ലെങ്കിൽ പണത്തിന് വേണ്ടി എന്ത് നെറികേടും ചെയ്യാമെന്നുള്ള അവരുടെ തോന്നൽ നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. 1000 രൂപക്ക് താറ് കിട്ടുമെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കിട്ടുമെങ്കിൽ കേരള സർക്കാരിനും ആ ഒരു അമ്പം ചെയ്താൽ പോരെ. എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് നടത്താൻ പറ്റാത്തത്? അതെല്ലാം ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഭാഗ്യക്കുറി പോലെ പിന്നെ നിങ്ങൾ അടച്ച പൈസ 23,000 രൂപ 11 മാസം നിങ്ങൾ അടച്ചു, അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങൾ അടച്ചു എന്ന് വിചാരിക്കുക. ഒരു മാസത്തടവ് ഒരു ദിവസം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ 23,000 രൂപ ഈ കണക്കിൽ പെടുകയില്ല എന്നുള്ളത് ഇവരുടെ നിയമത്തിന്റെ ബാധകമാണ്. അപ്പം നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ പോക്കറ്റിലെ പണം നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കുക. ആരാൻ്റെ പോക്കറ്റ് വീർപ്പിക്കാനോ മറ്റുള്ള തട്ടിപ്പിനു വേണ്ടിയോ നിങ്ങളുടെ പണം പോകാതിരിക്കട്ടെ എന്നുകൂടി ഞാൻ പറയുന്നു. ഓക്കെ, അപ്പം ശരി.